ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. എജുമയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ഏപ്രിൽ NIS എക്സാമിന് രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണോ നിങ്ങൾ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. 6 മാസം കൊണ്ട് ഓൺലൈനായി +2 പൂർത്തിയാക്കാം. എജുമിയോടൊപ്പം കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇതെന്താണ്? റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെന്റ് സ്കൂളിംഗ് സിസ്റ്റം. ഗവൺമെന്റ് സ്കൂളിംഗ് സിസ്റ്റം റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള NIS സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. ഡിസൈൻഡ് ഫോർ സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ്. സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടായ പല വിദ്യാർത്ഥികളും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ പ്രയോജനമാകുന്ന രൂപത്തിലാണ് NIS ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ പ്രൈവറ്റ് ലേണേഴ്സ്, പ്രൈവറ്റായിട്ട് പഠിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കും പറ്റും. നമുക്കിതിൻ്റെ ഫീസ് സ്ട്രക്ചറും അതേ ടൈം ലൈനും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അഡ്മിഷൻ സ്ട്രീം ആൻഡ് ടൈം ലൈൻ വരുന്നത് യു മസ്റ്റ് അപ്ലൈ ത്രൂ സ്ട്രീം 1 ബ്ലോക്ക് 1 ഫോർ ഏപ്രിൽ 2026 എക്സാംസ്. 2026 എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സ്ട്രീം 1 ആയിട്ടുള്ള ബ്ലോക്ക് 1 നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതിന് ടൈം ലൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഡ്മിഷൻ ഷെഡ്യൂൾ വരുന്നത് പീരിയഡ് 1 വരുന്നത് മാർച്ച് 16 മുതലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 31 ജൂലൈ 2025 വരെയാണ് ഫീ ഇല്ലാതെ, ലേറ്റ് ഫീ ഇല്ലാതെ അപ്ലൈ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത്. ഇനി 1 മുതൽ ആഗസ്റ്റ് 15 വരെ 260 രൂപയോടെയാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. എന്നാലോ ആഗസ്റ്റ് 16 മുതൽ ആഗസ്റ്റ് 31 വരെ 520, പിന്നെ അത് 910 വരെയാണ്. അവസാനം സെപ്റ്റംബർ 15 വരെ 910 ഫീസോട് കൂടിയാണ് അപ്ലൈ ചെയ്യാനുള്ള അവസരം. അപ്പോൾ അതിനൊന്നും കാത്തു നിൽക്കാതെ ജൂലൈ 31 ആകുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും NIS രജിസ്റ്റർ ചെയ്ത് ഇനി എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് നോക്കുകയാണെങ്കിൽ നമ്മൾ രജിസ്റ്റർ എന്നുള്ള ഇനി എങ്ങനെ അപ്ലൈ ചെയ്യണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൗ ടു അപ്ലൈ, വിസിറ്റ് ദ വെബ്സൈറ്റ്. ഒഫീഷ്യൽ വെബ്സൈറ്റിലുള്ള NISൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്ത് സ്ട്രീം 1 ബ്ലോക്ക് 1 സീനിയർ സെക്കൻഡറി അതിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് NIS രജിസ്റ്റർ ചെയ്യുമ്പോൾ ആവശ്യമുള്ളത് എന്ന് നോക്കുകയാണെങ്കിൽ ഒന്നാമതാണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്തായാലും നിർബന്ധമാണ് NIS രജിസ്റ്റർ ചെയ്യുമ്പോൾ. പിന്നെ ഐഡൻറ്റിറ്റി പ്രൂഫാണ്, എന്തെങ്കിലും ആധാർ കാർഡ് പോലത്തെ ഐഡൻറ്റിറ്റി പ്രൂഫാണ് രണ്ടാമത് ആവശ്യമുള്ളത്. മൂന്നാമത് ആവശ്യമുള്ളത് പ്രീവിയസ് മാർക്ക് ഷീറ്റാണ്. നമ്മൾ മുമ്പ് എഴുതിയ 10ാം ക്ലാസ്സിൻ്റെയോ അതല്ലെങ്കിൽ മുമ്പ് എഴുതിയ മാർക്ക് ഷീറ്റുകളാണ് ഇവിടെ ആവശ്യം. നാലാമത് സിഗ്നേച്ചർ. ഒരു വൈറ്റ് പേപ്പറിൽ നമ്മുടെ സിഗ്നേച്ചർ ഇട്ടിട്ട് അത് സബ്മിറ്റ് ചെയ്യാനായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം ഫീ പേ ചെയ്യുക. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സബ്മിറ്റ് ദ ഫോം ആൻഡ് കീപ് എ കോപ്പി ഓഫ് കൺഫർമേഷൻ. നമ്മൾ ഫീ അടച്ചതിന് ശേഷം ഒരു കൺഫർമേഷൻ കോപ്പി കിട്ടും, റെസിപ്റ്റ്. ആ റെസിപ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ എപ്പോഴും സൂക്ഷിച്ചു വെക്കണം. പലപ്പോഴും പല കാര്യങ്ങൾക്കും ആവശ്യത്തിന് വരും. എജുമി നിലവിൽ ഇപ്പോൾ 2025 ഒക്ടോബർ മാസത്തിനുള്ള NIS എക്സാമിനുള്ള ഓൾറെഡി കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2025 ഒക്ടോബർ മാസത്തെ എക്സാം NIS ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കൃത്യമായും ക്ലാസ്സും എജുമിയിൽ അവൈലബിൾ ആണ്. 2026 അഡ്മിഷൻ ചെയ്യുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അവർക്കും എജുമിയിൽ ക്ലാസ്സുകൾ ഉണ്ടാകും. ഏകദേശം നവംബർ ഫസ്റ്റ് വീക്കിലായിരിക്കും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.